എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇന്നത്തെ കഥയിലേക്ക് നല്ലൊരു സ്വാഗതം. കഥ ആരംഭിക്കാം. അവൾ അതിസുന്ദരിയായിരുന്നു. കവികളൊക്കെ പറയുന്നത് പോലെ കല്ലിൽ കുത്തിയെടുത്ത ഒരു അപ്സരസ്. കാട്ടുചെമ്പകപ്പൂവിന്റെ നിറമാണ് അവൾക്ക്. മനോഹരമായ കണ്ണുകൾ. ആ കണ്ണുകളിൽ നിറഞ്ഞ വശ്യത ആരെയും വശീകരിക്കാൻ പോണതാണ്. നല്ല ഒത്ത ശരീരവടവും ചുവന്ന തക്കാളിപ്പഴം പോലെയുള്ള ചുണ്ടുകളും അവ സദാസമയവും എന്തിനോ വേണ്ടി കൊതിക്കുന്നത് പോലെ തോന്നും. തറവാട്ടിൽ ഇപ്പോൾ അവൾ ഒറ്റയ്ക്കാണ്. വല്യുപ്പ പോയതോടെ തറവാട്ടിൽ ഇപ്പോൾ അമ്മായി മാത്രമായി. കാലം വളരെ മോശമാണ്. അവളാണെങ്കിൽ ഇപ്പോഴും നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. ഇനി അവളെ അവിടെ തനിച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. ഉപ്പ ഉമ്മയോട് പറയുന്നത് സാദിഖ് കേട്ടു. ഉമ്മയ്ക്ക് നാത്തൂനോട് വലിയ താല്പര്യമൊന്നുമില്ല. അവളത്ര ആള് ശരിയല്ല. പണ്ടവൾക്കൊരു പ്രേമമുണ്ടായിരുന്നു. അവൾ അവന് വേണ്ടതെല്ലാം കൊടുത്തു. അവസാനം അവൻ വേണ്ടതെല്ലാം കിട്ടിയപ്പോൾ അവൻ തേച്ചിട്ടങ്ങ് പോയി. പിന്നെ ഓള് കല്യാണം വേണ്ടാന്ന് വെച്ചു. ഇപ്പോഴും അന്തിക്കൂട്ടിന് ആരെങ്കിലും ഒരാൾ കാണും. അവളൊന്ന് കണ്ണിറുക്കി കാണിച്ചാൽ എത്ര ആൾക്കാർ വേണമെങ്കിലും വരും. അവൾ കാണാൻ നല്ലൊരു മൊഞ്ചത്തിയല്ലേ. ഉമ്മ ആരോടോ ഫോണിൽ പറയുന്നത് അവൻ കേട്ടു. പണ്ട് തെങ്ങുകയറ്റക്കാരന്റെ മോനുമായി ഒരു ചുറ്റിക്കളി ഉണ്ടായിരുന്നു. അത് പാട്ടാണ്. അവധിക്ക് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു അവനവിടെ. പിന്നെ ഒരു ദിവസം ഞാൻ ചിലതൊക്കെ കാണുകയും ചെയ്തു. ഉമ്മയുടെ കഥകൾ നീണ്ടു അങ്ങനെ പോയി. സാദിഖിന് ഒരു വെള്ളമടി കമ്പനിയുണ്ട്. പിന്നെ കുറെ ചുറ്റിക്കളികൾ വേറെയുമുണ്ട്. ഇതൊന്നും അമ്മായിക്ക് ഇഷ്ടമല്ല. അവധിക്ക് നാട്ടിൽ ചെന്നപ്പോൾ അമ്മായി എല്ലാം കയ്യോടെ പിടികൂടി. അവൻ അവളുടെ കയ്യിൽ നിന്ന് നല്ല അടിയും കിട്ടി. പക്ഷേ അമ്മായിയെപ്പറ്റി ഉമ്മയുണ്ടാക്കിയ കഥകൾ സാദിഖിന് പുതിയ അറിവായിരുന്നു. അമ്മായി പാവമാണെന്നാണ് അവൻ കരുതിയിരുന്നത്. അമ്മായിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ സാദിഖാണ് പോയത്. സാരിയാണ് അമ്മായിയുടെ വേഷം. സാരിയിൽ അമ്മായിയെ കാണാൻ അടിപൊളിയാണെന്ന് അവന് മനസ്സിലായി. അവൻ കൺകുളിർക്കെ അവളെ നോക്കി നിന്നു. അപ്പോൾ അവന്റെ മനസ്സിൽ തലേന്ന് രാത്രിയിലെ ഉമ്മയുടെ ഫോൺ സംസാരം കടന്നു വന്നു. ഇനി അമ്മായി അങ്ങനത്തെ ആളാണോ? അവന് സംശയമായി. ബൈക്കിലാണോടാ വന്നത്? എനിക്ക് പേടിയാണല്ലോ ബൈക്കിൽ കയറാൻ, അമ്മായി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ ചിന്തയിൽ നിന്നുണർന്നു. എന്നെ മുറുക്കി പിടിച്ചിരുന്നു. കാറിൽ വന്നാൽ ഭയങ്കര ബ്ലോക്കാണ് അമ്മായി. റോഡിൽ നേരം വൈകും, അവൻ പറഞ്ഞു. അവൾ അവനെ മുറുകെ പിടിച്ചിരുന്നു. അമ്മായിയുടെ കരസ്പർശം അവനെ കോൾമേർ കൊള്ളിച്ചു. അമ്മായിയുടെ ദേഹത്തെ ആ ചൂട് അവൻ അറിഞ്ഞു. അതവനെ മറ്റൊരു ലോകത്തെത്തിച്ചു. അവനാണെങ്കിൽ റോഡിലെ ഓരോ ഗട്ടറും നോക്കി ബൈക്ക് ഇറക്കി കയറ്റി. അമ്മായി അത് കണ്ടുപിടിച്ചു. അവന് തന്റെ സ്പർശനം നല്ലപോലെ സൂഹിക്കുന്നുണ്ടെന്ന് അമ്മായിക്ക് മനസ്സിലായി. അവളൊന്നും പ്രതികരിച്ചില്ല. വീട്ടിലെത്തിയപ്പോൾ പരിഭവത്തോടെ അമ്മായി അവനോട് പറഞ്ഞു, ഇനി കുന്ത്രണ്ടത്തിൽ കയറാൻ ഞാനില്ല കേട്ടോ. ഉമ്മ അമ്മായിയെ നല്ല രീതിയിൽ സ്വീകരിച്ചു. ഉമ്മയുടെ അഭിനയം കണ്ടപ്പോൾ അവന് ചിരി വന്നു. എന്തൊരു സ്നേഹമാണ് ഉമ്മായിക്ക്. ഇത്രയും നാൾ പറഞ്ഞു നടന്ന കഥ അമ്മായിക്ക് അറിയില്ലല്ലോ. തെങ്ങുകയറ്റക്കാരന്റെ മോനും റബ്ബർ വെട്ടുകാരന്റെ മോനും അവളുടെ നായകന്മാരായി. ഇതിലൊക്കെ സത്യമുണ്ടോ? അവനതറിയാൻ കൗതുകമായി. ഇനിയിപ്പോ സത്യമാണെങ്കിൽ പോലും അമ്മായിയെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മായിയുടെ ആ തുടുത്ത ശരീരം ഇപ്പോഴും കാമം മുറ്റി നിൽക്കുകയാണ്. അവർക്കും കാണില്ലേ മോഹങ്ങളൊക്കെ. വൈകുന്നേരം അവൾ സാദിഖിന്റെ മുറിയിലേക്ക് വന്നു. ആ മുറിയിലെ ഭിത്തി മുഴുവൻ സിനിമയിലെ നായികമാരുടെ പടം വെട്ടി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മുറിയാണെങ്കിൽ വല്ലാതെ അലങ്കോലമായാണ് കിടക്കുന്നത്. കട്ടിലാണെങ്കിൽ അവന്റെ അടിയിലിടുന്നതും പുറത്തിടുന്നതുമായ എല്ലാ വസ്ത്രങ്ങളും ഒന്നുകൂടി കിടക്കുന്നു. അന്നവൾ അവന്റെ ബാത്റൂമിൽ കയറി കുളിച്ചു. ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങി വന്നപ്പോൾ അപ്രതീക്ഷിതമായി അവൾ സാദിഖിനെ കണ്ടു. അമ്മായിയെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി. കുളിച്ച് ഈറനോടെ ഒരു നീല നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടാണ് അമ്മായി പുറത്തേക്ക് വന്നത്. അകത്തൊന്നും ഇട്ടിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അവൻ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അമ്മായിയെ നോക്കി നിന്നു. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം അമ്മായിക്ക് മനസ്സിലായി. എന്താടാ, ഇത് പശുത്തൊഴുത്താണോ? വിഷയം മാറ്റാനായി ഒരു കള്ളച്ചിരിയോടെ അമ്മായി അവനോട് ചോദിച്ചു. അവൻ ചമ്മലോടെ അവളെ നോക്കി. അവന്റെ കണ്ണുകൾ പാളിപ്പാളി പോകുന്നുണ്ട്. ചെക്കൻ കണ്ട് നല്ലപോലെ ആസ്വദിക്കട്ടെ, അമ്മായി മനസ്സിൽ പറഞ്ഞു. പിന്നെ അമ്മായി അവന്റെ കട്ടിലിൽ കിടന്ന അവന്റെ മൊബൈൽ എടുത്തു നോക്കി. അത് കണ്ട് അവനൊന്ന് ഞെട്ടി. അമ്മായി ഗാലറി ഒന്നും നോക്കാതിരുന്നാൽ മതിയായിരുന്നു. അവൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. മൊബൈൽ ഓപ്പൺ ആക്കി നോക്കി അമ്മായിയുടെ മുഖം അവനൊന്ന് ശ്രദ്ധിച്ചു. അമ്മായിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിടർന്നത് അവൻ കണ്ടു. അമ്മായിയുടെ പ്രതികരണം എന്താണെന്നറിയാൻ
അവൻ കാത്തുനിന്നു. നിന്റെ ബൈക്കിന്റെ പുറകിൽ കയറി ഇരുന്നപ്പോഴേ ഞാൻ കരുതിയതാ കുഴപ്പമാവുമെന്ന്. ഒരു കുസൃതിച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അമ്മായി അവന്റെ മൊബൈൽ കിടക്കയിലേക്ക് ഇട്ടു. ഒരടിയായിരുന്നു അവൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അമ്മായി പറഞ്ഞതിന്റെ പൊരുൾ അവന് മനസ്സിലായില്ല. അവൻ അമ്മായിയുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. ഞാൻ ബൈക്കിൽ കയറിയപ്പോഴേ എനിക്ക് ശരിയായി. ഇപ്രാവശ്യം 2 ദിവസം നേരത്തെയാ. നീ കടയിൽ പോകുമ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് തരണം. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നാണം വരുന്നത് അവൻ കണ്ടു. അമ്മായിയോട് കൂടുതൽ എടുക്കാൻ ഇതൊരവസരമായി. എങ്കിലും അവൻ അതിന്റെ സന്തോഷമൊന്നും പുറത്തു കാണിച്ചില്ല. ഞാൻ വാങ്ങിച്ചു തരാം. അമ്മായിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അവൻ അമ്മായിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ കണ്ണുകളിൽ തന്നോടെന്തോ പറയാനുണ്ടെന്ന് അവന് തോന്നി. അപ്പോൾ അവളുടെ ചുണ്ടുകൾ എന്തിനോ വേണ്ടി വിറവുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം അവനെ കണ്ടപ്പോൾ അമ്മായി പറഞ്ഞു, അന്റെ ഉമ്മായിക്ക് ഞാൻ വന്നത് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അത് കേട്ടപ്പോൾ അത്ഭുതത്തോടെ അവൻ അമ്മായിയെ നോക്കി. ഉമ്മായിയുടെ പരദൂഷണം അമ്മായി കണ്ടുപിടിച്ചോ? അതായിരുന്നു അവന്റെ മനസ്സിൽ. നിന്റെ ഉമ്മ കഴിഞ്ഞ അവധിക്ക് അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് നല്ല ചീത്തപ്പേരുണ്ടാക്കിയിട്ടാ പോന്നത്. കുസൃതിച്ചിരിയോടെ അമ്മായി പറഞ്ഞു. തെങ്ങ് കയറ്റക്കാരന്റെ മോനും റബ്ബർ വെട്ടുകാരന്റെ മോനുമല്ലേ കഥയിലെ നായകന്മാർ? കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. നിന്നോടും പറഞ്ഞു ഇല്ലേ? അവൾ ചോദിച്ചു. ആ കഥകൾക്ക് ഉമ്മ ഇപ്പോഴും നല്ല പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. ആരോടോ ഫോണിൽ പറയുന്നത് കേട്ടതാ. കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു. ഞാനും എൻ്റെ ഉമ്മായും ചേരില്ല, അമ്മായി പറഞ്ഞു. അമ്മായി അവിടെ തനിച്ചല്ലേ താമസം? ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്നവരൊക്കെ വിശ്വസിക്കും, അവൻ പറഞ്ഞു. ഉമ്മയ്ക്കാണെങ്കിൽ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പറഞ്ഞു ഫലിപ്പിക്കാൻ നല്ല കഴിവാ, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. എന്തോ കണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു, സത്യമാണോ? അവന്റെ ചോദ്യം കേട്ട് അമ്മായി ചിരിച്ചു. അങ്ങനെ ഇപ്പം ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അറിയാൻ നിൽക്കണ്ട, നാണത്തോടെ അമ്മായി പറഞ്ഞു. അന്റെ ഉമ്മായിക്ക് ഞാൻ നല്ലൊരു പണി കൊടുക്കുന്നുണ്ട്, പിന്നെ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, അമ്മായി പറഞ്ഞു. രണ്ടും കൂടി അടികൂടാതിരുന്നാൽ മതി, അവൻ മനസ്സിൽ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകുന്നേരം ഉപ്പാന്റെ കൂട്ടുകാർ വന്നു. ഇനി കുറെ സമയത്തേക്ക് ഉപ്പാനെ പേടിക്കണ്ട. സാദിക്ക് കൂട്ടുകാരെ വിളിച്ചു വരുത്തി. എല്ലാവരും പറന്നെത്തി. അവനും കൂട്ടുകാരൻ ടെറസിൽ കൂടി. രാത്രി വൈകി എല്ലാവരും പോയി. അവൻ മാത്രം താഴേക്ക് ഇറങ്ങിയില്ല. തലയ്ക്ക് നല്ല ലഹരി ഉണ്ടായിരുന്നു. ഒരു നിഴലനക്കം കണ്ടാണ് അവൻ ഉണർന്നത്. നല്ല നിലാവെളിച്ചമുണ്ടായിരുന്നു. ഒരു നൈറ്റി അണിഞ്ഞ സ്ത്രീരൂപം കണ്ടു. അവൻ ഞെട്ടി. അത് അമ്മായി ആയിരുന്നു. ചെക്കൻ തന്നെ കണ്ടു പേടിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. ഇത്തിരി ചുണ്ണാമ്പുണ്ടോ കയ്യിൽ? അവനെ ഒന്ന് പേടിപ്പിക്കാമെന്ന് കരുതി അമ്മായി അവനോട് ചോദിച്ചു. ശബ്ദം കേട്ടപ്പോൾ അവൻ ആശ്വാസമായി. നിന്റെ അമ്മായി, അവൻ മന്ത്രിച്ചത് അവൾ കേട്ടു. അവന്റെ നാക്ക് കുഴയുന്നുണ്ട്. എല്ലാവരും കൂടി എപ്പോ കയറിയതാണിവിടെ? എന്റെ തുണികളെല്ലാം ഇവിടെ വിരിച്ചിരിക്കുകയായിരുന്നു, അമ്മായി പറഞ്ഞു. അമ്മായി അശയിൽ നിന്ന് തുണികൾ എടുക്കുന്നത് അവൻ കണ്ടു. അതിൽ അകത്തിടുന്നതും പുറത്തിടുന്നതും എല്ലാം ഉണ്ട്. അവന്റെ നോട്ടം കണ്ടപ്പോൾ അമ്മായിക്ക് നാണം വന്നു. നിലാവിന്റെ വെളിച്ചത്തിൽ അമ്മായിയുടെ രഹസ്യങ്ങളെല്ലാം അവൻ കണ്ടു. അമ്മായി പോകാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, അമ്മായി പോകല്ലേ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് കേട്ടപ്പോൾ കള്ളച്ചിരിയോടെ അമ്മായി അവനെ നോക്കി. അന്റെ നോട്ടം എങ്ങോട്ടേക്കാണെന്ന് ഞാൻ കാണുന്നുണ്ട്, അവൾ പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അടുത്ത് വന്നിരുന്നു. അവൻ അവളുടെ മുടിയിഴകളിൽ മുഖം ചേർത്തു. അമ്മായി ചിലപ്പോൾ തല്ലുമെന്നാണ് അവൻ കരുതിയത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അമ്മായിയുടെ ചുണ്ടുകൾ എന്തിനോ വേണ്ടി വിറകൊള്ളുന്നത് നിലാവെളിച്ചത്തിൽ അവൻ കണ്ടു. അത് മനസ്സിലാക്കിയ അവൻ അമ്മായിയുടെ രഹസ്യങ്ങൾ തേടാൻ തുടങ്ങി. പെട്ടെന്ന് അമ്മായി അവന്റെ ചെവിക്ക് പിടിച്ചു. കള്ളൻ, അമ്മായി മന്ത്രിക്കുന്നത് അവൻ കേട്ടു. അതോടെ അവൻ നൂല് പൊട്ടിയ പട്ടം കണക്കെ പറക്കാൻ തുടങ്ങി. അമ്മായി എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും, അവൻ മന്ത്രിച്ചു. ചന്ദ്രനും നക്ഷത്രങ്ങളും മിഴിയടയ്ക്കുന്നത് അവർ കണ്ടു. ചെക്കൻ കൈകൾ കൊണ്ട് വികൃതികൾ കാട്ടാൻ തുടങ്ങി. കാറും കോളും ഉയർന്നു. തിരമാലകൾ ആഞ്ഞടിച്ചു. കരയും കടലും പോലെ അവർ രണ്ടുപേരും മത്സരിച്ചു. ഒടുവിൽ എല്ലാം വളരെ ശാന്തമായി. ഈ കഥയിൽ നിന്റെ ഉമ്മ പാടി നടക്കുമോടാ എന്നെനിക്ക് അറിയണം, കള്ളച്ചിരിയോടെ അമ്മായി പറഞ്ഞു. ഇതിനാണ് പ്രതികാരം എന്ന് പറയുന്നത്, അവൻ പറഞ്ഞു. നമ്മൾക്കിടയിൽ എന്നും ഇതു മാത്രം മതി, പ്രതികാരം വേണ്ട, നാണത്തോടെ അമ്മായി പറഞ്ഞു.